ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഗായ്സ്. GTA 5 നിന്ന് നമ്മൾ പുതിയൊരു മിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. ഇതൊരു അടിപൊളി മിഷനാണ് ഗായ്സ്. എന്തായാലും ഫുൾ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ പോയി കണ്ടു നോക്കുക ഗായ്സ്. അതിനു മുന്നേ ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളും ഇപ്പോൾ ഒന്നും തീരെയില്ല ഗായ്സ്. നേരത്തെ കുറച്ചേലും ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരെയില്ല. നമുക്ക് വീഡിയോസൊക്കെ കാണുന്നവർ 300 സംതിങ് ഒക്കെ ചിലരൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ 314 ഉള്ളൂ ഗൈസ്. അതിൽ നിന്ന് അങ്ങോട്ട് ഹൈ ആവുന്നേ ഇല്ല. നമ്മുടെ ഇതായിട്ട് അങ്ങ് നിൽക്കുകയാണ് ഗൈസ്. എന്തായാലും നിങ്ങൾ ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തനെ കിഡ്നാപ്പ് ചെയ്യുക. അതായത് പോലീസിൻ്റെ ടീമാണെന്ന് തോന്നുന്നു. അവന്മാരെന്തായാലും അവനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരുടെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ അവനെ കിഡ്നാപ്പ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ മിഷൻ എന്ന് പറയുന്നത് ഗായ്സ്. അതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മളെന്തായാലും സാൻചീസ് എടുത്തിട്ടുണ്ട്, ചീറ്റ് കോഡൊക്കെ അടിച്ച്. ഇതേ നല്ലൊരു കിടിലൻ വണ്ടിയാണ് ഗൈസ്. ഈ ഒരു വണ്ടി, ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം പറയാലോ. ഓക്കെ, അവൻ കൈയൊക്കെ കാണിച്ച് അപ്പോഴാണ് അവൻ്റെ വണ്ടി ഇടിക്കുകയും ചെയ്തു ഗൈസ്. ഇത് സ്മൂത്തൊരു വണ്ടിയാണ്. അതായത് ഫ്രണ്ടും ബാക്കും ഒക്കെ പൊക്കുക, സുഖമായിട്ട് പൊക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. എനിക്ക് അതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അയ്യോ, ഇപ്പോൾ ഇടിച്ചേന് ഗൈസ്. അപ്പം നേരെ ഇനി നമ്മൾക്ക് ആ ഒരു മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് പോവാം. ഇതാരാണ്ട് കോൾ ചെയ്യുന്നു. ഇതൊക്കെ ആരാന്ന് ആർക്കറിയാം ഗൈസ്. ഇവളൊക്കെ എനിക്ക് തോന്നുന്നു ഇവള് നമ്മുടെ മോളാണെന്ന് തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ, നമുക്കിതിലൊന്നും ഇല്ല. നമ്മളിതിൽ മെഷീൻ മാത്രം നമുക്ക് നോക്കിയാൽ മതി ഗൈസ്. പിന്നെ തന്നെത്താനെ എല്ലാം ശരിയാവും ഗൈസ്. നമ്മുടെ വീട്ടിൽ ഇപ്പം മോളും മോനും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും പിണങ്ങിപ്പോയോ എനിക്കറിഞ്ഞൂടെ ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ മെഷീൻ കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ഇവിടെയൊക്കെ എന്തോ വളമൊക്കെ സ്പീഡ് വരുന്നതിനൊക്കെ വളയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ റോഡിന് വീതി ഉള്ളതുകൊണ്ട് പേടിക്കണ്ട, സ്മൂത്തായിട്ട് വളച്ചുകൊണ്ട് പോകാനൊക്കെ പറ്റും ഗൈസ്. നമ്മളിതേ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് ചെല്ലാറായി ഗൈസിന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അതായത് ഇത് ഇവിടെ നിന്ന് അടുത്താണ് ഗൈസ്. ഓക്കെ, നമ്മളവിടെ ചെന്നിട്ടുണ്ട്. ഓക്കെ, FIB എന്നാണ്. ഇവിടെ നിന്ന് തന്നെയാണ് ഗൈസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ പോവാം. അവിടെയാണ് നമ്മുടെ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് ഗൈസ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. അവന്മാരെന്തോ സംസാരിക്കുന്നുണ്ട് ഗൈസ്. അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്താൽ കളയാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ അതെല്ലാം സ്കിപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഇവൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ മൈക്കിളിൻ്റെ അല്ല എന്തായാലും ഇവൻ്റെ വണ്ടി പോയി നമുക്ക് ഓടിക്കാം. പിന്നെ ഗൈസ് ഒരു കാര്യമുണ്ട്, ഏത് വണ്ടിയാണേലും നമ്മൾ തന്നെ ഓടിക്കാൻ പറ്റും. ആരുടെ വണ്ടിയാണേലും. ഈ മിഷനകത്ത് ഏതൊക്കെ വണ്ടികൾ കൊണ്ടുവരുന്നോ, ഏതെങ്കിലും വാനാണേലും അതാണേലും ഇതാണേലും ഏത് കൊണ്ടുവന്നാലും നമുക്ക് തന്നെ ഓടിക്കാൻ പറ്റും ഗൈസ്. ഈ വണ്ടി ഒരു മെനക്കേട് പിടിച്ച വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഒരു വല്ലാതെ വണ്ടി ഇങ്ങ് എന്തുവാ വീരയിലൊക്കെ സോപ്പ് ഒട്ടിച്ചേക്കുന്ന പോലെ തെന്നി പോകുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ വണ്ടി അങ്ങ് തെന്നി പോകുന്നു വല്ലാതെ. കണ്ടോ, വല്ലാതെ അങ്ങ് തെന്നി കയറി പോവാ ഗൈസ്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ വെടിവെച്ചാൽ കൊന്നാലോ ഗൈസ്, സ്കൂൾ ബസ് വെടിവെച്ചാൽ കൊന്നാലോ. അതിനി അതൊരു പറ്റൂല ഗൈസ്. അപ്പം നമ്മൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഒത്തിരി കറങ്ങേണ്ടി വരും. നമുക്ക് സ്മൂത്തായിട്ട് തിരിച്ചിട്ട് ഓക്കെ ഇങ്ങനെ അങ്ങ് പോവാം. ഇതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ആ ഗെയിംസൊക്കെ ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഏരിയയിലേക്ക് പോകാം. അവിടോട്ട് ഇനി പോകാൻ കുറച്ച് ദൂരം കൂടെ ഉണ്ട്. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ, ചെറുതൊന്നുമല്ല, അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. നമ്മൾ വേഗം ചെല്ലും. ഈ ഒരു വണ്ടി ആയതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ല. വേഗം ചെല്ലുമായിരിക്കും, ചെല്ലേണ്ടതാണ് ഈ ഒരു വണ്ടി ആയതുകൊണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഗൈസ് വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ സത്യം പറയാലോ. ലുക്ക് കൊള്ളാം, നല്ല രസമുണ്ട് വണ്ടിയൊക്കെ കാണാൻ. പക്ഷേ വലിയ സ്പീഡും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയ സ്പീഡോ ഒന്നുമില്ല ഈ ഒരു വണ്ടിയിൽ ഗൈസ്. എന്തായാലും ഒരു ബൈക്കാരനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ ഓക്കെ ഗൈസ്. ഓ ഷിറ്റ്, ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിച്ചൊക്കെയാണ് വണ്ടി വെച്ചേക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഗൈസ് നമുക്ക് പോകാൻ പറ്റുന്നത്? ഓക്കെ, നമ്മുടെ ഇവിടെയാണ്. ഓ ദേ വണ്ടി. ഓക്കെ, ഇവിടെയാണ് ഗൈസ് നമ്മുടെ മിഷൻ നടക്കുന്നത്. ദേ ഗൈസ് നമ്മൾ വന്നിട്ടുണ്ട്. ഓ പുള്ളി നമുക്ക് അവിടെ ഒരു ലിഫ്റ്റ് തന്നെയാണ് കേട്ടോ. പുള്ളി അവിടെ നമുക്കൊരു ലിഫ്റ്റ് തന്നെയാണ്. ദേ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി ഇതുകൊണ്ട് മറ്റവനായിട്ട് ഉടക്കിയതാന്ന് തോന്നുന്നു. ഇനി ലാസ്റ്റ് നമ്മൾ തന്നെ ഹെലികോപ്റ്റർ ഓടിക്കേണ്ടി വരും ഗൈസ്. ഉറപ്പായിട്ടും നമ്മൾ തന്നെ ഹെലികോപ്റ്റർ ഓടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇനിയും ഹെലികോപ്റ്റർ ഓടിക്കേണ്ട മിഷനിലേക്ക് പോവാം ഗൈസ്. മച്ചാന്മാരെ, നമുക്ക് ഈ ഹെലികോപ്റ്റർ സത്യം പറഞ്ഞാൽ ഓടിക്കാൻ അറിയത്തില്ല, നമ്മൾ ഓടിച്ചിട്ടേ ഇല്ല. എന്തായാലും ഇവർ പറയുന്നത് W ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകുമെന്നാണ് പറയുന്നത്. ഓ പക്ഷേ ഇതെങ്ങനെ, ഇത് വല്ലാതൊക്കെയാണല്ലോ പോകുന്നത്. എട്ടയിലൊക്കെ ഞെക്കി ഇതേണ്ട കേസ് ഇങ്ങനെയൊക്കെയാണ് ഈ ഹെലികോപ്റ്റർ പോകുന്നത്. ഇതെന്ത് ഹെലികോപ്റ്റർ ഇങ്ങനെ വണ്ടിക്കിടയിലോട്ട് പോകുന്ന പോലെ. ഓ ഗൈസ് പോയി പോയി പോയി. ഫസ്റ്റ് തന്നെ ശകുനം ഗൈസ്, ഫസ്റ്റ് തന്നെ ശകുനമായിട്ടുണ്ട്. നമുക്കെന്തായാലും വീണ്ടും ട്രൈ ചെയ്യാം. ഇങ്ങനെ ട്രൈ ചെയ്തതിലൂടെ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഹെലികോപ്റ്റർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറപ്പിച്ച് കേട്ടോ, മണ്ടക്കോട്ടായി. പക്ഷേ ഗൈസ് ഇത് പോകുന്നത് എങ്ങോട്ടാണ്? ഓ ഇതിങ്ങനെയൊക്കെയല്ലേ, ഒരു മെനക്കേട് പിടിച്ചൊരു ഹെലികോപ്റ്ററാണ് ഗൈസ്. ഈ ഹെലികോപ്റ്റർ പറത്താൻ നല്ല മെനക്കേടാണ് കേട്ടോ, സത്യം പറയാമല്ലോ. ഇതിനകത്ത് ഈ ഹെലികോപ്റ്റർ പ്ലെയിനൊക്കെ പറത്താൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതേ താഴെക്കൂടെ ഹെലികോപ്റ്ററിൻ്റെ ഷാഡോ പോകുന്നു ഗൈസ്. അതൊക്കെ സെറ്റാണ് കേട്ടോ, ആ കാണിക്കുന്നതൊക്കെ നല്ല കിട്ടിലിനായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ ഗൈസ്. നമുക്ക് നമ്മുടെ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് പോയിട്ട് ആ ഒരു ഫ്ലാറ്റിൻ്റെ സൈഡിൽ നിന്ന് വേണം നമുക്ക് പരിപാടികൾ തുടങ്ങാൻ. അതായത് ഗൈസ് ഈ ഒരു മിഷന് ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം, എങ്ങനെയാണ് അവനെ കിഡ്നാപ്പ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഗൈസ്. ഇതാണ് നമ്മുടെ ആ ഒരു ഫ്ലാറ്റ്. അയ്യോ ലീഫ് ഒടിഞ്ഞ് ഗൈസ്. ഇല്ല ലീഫ് ഒടിഞ്ഞില്ല ഗൈസ്. ഇനിയും നമുക്ക് സമയമൊക്കെ ഉണ്ട്, ഒരു സീനും ഇല്ല ഗൈസ്. ഹെലികോപ്റ്റർ വർത്താനൊക്കെ നമുക്ക് സമയമൊക്കെ ഉണ്ട് ഗൈസ്, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്നാണ് മെഷീൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ സൈഡിലോട്ട് ശരിക്കും ഹെലികോപ്റ്റർ കൊണ്ടുവരണം നല്ലപോലെ. ഓഫ് ഇങ്ങനെയാണ് ശരിക്കും കൊണ്ടുവരും. മണ്ടയ്ക്ക് പക്ഷെ പാർക്ക് ചെയ്യാൻ സെറ്റായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ മണ്ടയ്ക്ക് പാർക്ക് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങണം. മച്ചന്മാരെ നമുക്കപ്പോൾ നേരെ സൈഡിലോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഗൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോട്ടല്ല ഹെലികോപ്റ്റർ വരുന്നത്, അതാണ് മെയിൻ പ്രശ്നം. ഹെലികോപ്റ്റർ അതിൻ്റെ തോന്നിയ ഇടത്തോട്ടൊക്കെയാണ് വരുന്നത് ഗൈസ്. ഓക്കെ ഇനി എങ്ങോട്ടാ? ഇനിയും ഫ്രണ്ടിലോട്ട് പോകണോ ഗൈസ്? ഇനിയും താഴണമെന്ന് തോന്നുന്നു കേട്ടോ, ഇനിയും താഴണം ഗൈസ്. എന്താടാ ഈ ഹെലികോപ്റ്റർ എന്താടാ ഇങ്ങനെ ഗൈസ്? ഒരു വല്ലാത്തൊരു കൺട്രോൾ കേട്ടോ, ഇതിൻ്റെ ഒലിഞ്ഞൊരു കൺട്രോൾ ഗൈസ്. നമുക്ക് ഹെലികോപ്റ്റർ നല്ലപോലെ സെറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ, മിഷൻ സ്റ്റാർട്ടാവണേ. ഹെലികോപ്റ്റർ കൊണ്ട് പോയിട്ട് ഇപ്പോൾ മിഷൻ അങ്ങ് സ്റ്റാർട്ടാവണേ ഗൈസ്. സ്റ്റാർട്ടാവുന്നില്ലല്ലോ ഗൈസ്. ഓഫ് ഷിറ്റ്, ഇതെന്ത് സാധനം ഇതെന്ത് തേങ്ങയാ ഗൈസ്? നോക്കി, നിങ്ങൾ തന്നെ നോക്കി, ഇത് മിഷനൊന്നും സ്റ്റാർട്ടാവുന്ന പോലും ഇല്ല. മിഷൻ സ്റ്റാർട്ടായി. യെസ്. ഓ എന്തോ ബുദ്ധിമുട്ടായിരുന്നു. അവനല്ല പ്ലെയിൻ ഓടിക്കുന്ന ഹെലികോപ്റ്റർ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് താഴോട്ട് പോവാം. ഇതിങ്ങനെ പോകത്തുള്ളൂ. ഓക്കെ നമ്മൾ പഠിച്ചു ഗൈസ്. ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ ഇങ്ങനെ അങ്ങോട്ട് ചാടുക, വീണ്ടും ഇങ്ങോട്ട് ചാടുക ഗൈസ്. ഇതിനകത്തൊക്കെ ആളിരിപ്പുണ്ട്, നമ്മളെ കാണത്തില്ല സത്യം പറഞ്ഞാൽ അതിനകത്ത് ആളുണ്ടെങ്കിൽ. ഓക്കെ ഈയിലുണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇതിനകത്ത് നടക്കുന്നത് ഗൈസ്. ഇവനെയാണ് നമുക്ക് ആവശ്യം ഗൈസ്. അതിനകത്ത് ഇരിക്കുന്ന ഇവനുണ്ടല്ലോ, ഇവനെയാണ് നമുക്ക് ആവശ്യം. ഇവനെ തന്നെ ഇവരെല്ലാം പിടിച്ചു വെച്ചേക്കാണ്. IAA ഗൈസ്. എനിക്ക് തോന്നുന്നു പോലീസിൻ്റെ ടീം തന്നെയാണെന്ന് തോന്നുന്നു. അവൻ പിടിച്ചു വെച്ചേക്കാണ് അവരെ എന്തോ ഇൻഫർമേഷനോ എന്തോ കാര്യത്തിന് വേണ്ടി പിടിച്ചു വെച്ചേക്കാണ്. പെണ്ണുമ്പിള്ള മുടിഞ്ഞ സീനാണ് കേട്ടോ. അവർ ടോർച്ച് കൊണ്ട് അവൻ്റെ കയ്യിലടിക്കുന്നത്. ഗൈസ് അവൾ ഭയങ്കര സീനാണ്. ഇവളെ എന്തോ ആയാലും എൻ്റെ കൈ കിട്ടി ഞാൻ ഒറ്റ വെടിക്കുമല്ലോ ഉറപ്പായിട്ടും. ഒരു വെടിക്കല്ലിൽ 2-3 വെടിക്കാനും കൊല്ലിഞ്ഞ ഗൈസ്. ഒക്കെ നമ്മൾ സ്മാഷ് ചെയ്യാം. ഗൈസ് നമ്മൾ കയറിയിട്ടുണ്ട്.
ഓക്കെ, നമ്മൾ അവനോട് പറഞ്ഞു കൊന്നു കളയെന്ന് പറഞ്ഞു. ഫ്രാങ്കിളിനോട്ടാക്കണം തോന്നുന്നു. ഓക്കെ, നമ്മൾ ഫ്രാങ്കിളിനോട്ടാക്കിയിട്ടുണ്ട്. ഒരുത്തനെ കൊന്നു, രണ്ടാമത്തനെ കൊന്നു, മൂന്നാമത്തനെ കൊന്നു, പെണ്ണുമ്പിള്ളയെ കൊന്നു. ഓക്കെ ഗൈസ്, പെണ്ണുമ്പിള്ളക്കും കൊടുത്തൊരു ഷോട്ട്. അവളെ ഒറ്റ വെടിക്കാൻ വന്നു കേട്ടോ ഗൈസ്, കാണുന്നില്ല. ഓക്കെ, അത് ചത്തോ അവൻ? ഇങ്ങനെ. ഓക്കെ, അവരെയും കൊന്നു ഗൈസ്, അവനെയും കൊന്നു. ഇനി ആരാ? എന്തിയാ ഗൈസ്? ചത്തില്ല. ഓക്കെ, അവനെയും കൊന്നു. ഓക്കെ, ആ ഒരു ഏരിയ സെറ്റായി ഗൈസ്. അവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ അവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മൈക്കിളിലോട്ടാക്കാം നൈസായിട്ട്. ഓക്കെ, നമ്മൾ മൈക്കിളിലോട്ടാക്കിയിട്ടുണ്ട്. ഓ, തോണ്ട്. ഓക്കെ ഗൈസ്, അവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഓക്കെ, അവനെ കൊന്ന് സെറ്റ് ചെയ്ത് ഗൈസ്. ഇനി ഇവിടെ അവനെയും കൊന്നു. ഓക്കെ, നമുക്ക് മേപ്പോട്ട് പോവാം. മച്ചാനെ മേപ്പോട്ട്. ഓക്കെ, പുള്ളി വലിച്ച് നമ്മളെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. വീണ്ടും ഫ്രാങ്ക്ലിൻ. ഓക്കെ ഗൈസ്, ഇവിടും തുടങ്ങും നമുക്ക് ഷോട്ട്. ഗൈസ്, സത്യം പറയാല് ഒരു ഇതാണ് ഇതിന് കൊള്ളായിരുന്നു. ഓക്കെ, നമ്മൾ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റിന് ഒരു വെടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് ആ ഹെലികോപ്റ്റർ പോകുന്നത്. ഓ, കൊണ്ടില്ല ഗൈസ്, കൊണ്ടില്ല. ഓക്കെ, ഓ ഷിറ്റ്, അതുകൊണ്ട് ഹെലികോപ്റ്റർ പോകുന്നു ഗൈസ്. നമുക്ക് സ്വിച്ച് ചെയ്യണം. സമയമായി. മൈക്കിളിലോട്ട് സ്വിച്ച് ചെയ്യാം. മറ്റേ പുള്ളി സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ പ്ലെയിൻ ഓടിക്കുന്നത്. നമുക്ക് ഓടിക്കാനും അറിയത്തില്ല, പക്ഷെ നമ്മൾ ഓടിക്കേണ്ട വരും ഗൈസ്. നമുക്കിവിടെ നിന്ന് എല്ലാ ഹെലികോപ്റ്ററും വെടി വെച്ച് തീർക്കാം ഗൈസ്. എയിമിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ വേറൊരു സീൻ തന്നെയാണ്. എന്തിയാ ഗൈസ്? അടുത്ത ഹെലികോപ്റ്റർ ഇവിടെ അടുത്തവനുണ്ട്. തോണ്ട് ഇവനെന്തിങ്ങ് വേറെ. ഓക്കെ, നമ്മൾ അത്യാവശ്യം ഷോട്ടൊക്കെ കൊള്ളുന്നുണ്ട് ഗൈസ്. കൊണ്ട് ഇപ്പം തീർന്നു ഗൈസ്. അതിൽ ആരാണ്ടൊക്കെ ചത്തെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഷോട്ടിൽ ആരാണ്ടൊക്കെ മരിച്ചു അതിൽ. ഓക്കെ, അത് സെറ്റായി. ഇനി നമുക്ക് പുള്ളിയിലോട്ടാക്കാം. ഓക്കെ, പുള്ളിയാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കപ്പോൾ ഹെലികോപ്റ്റർ ഓടിച്ചേ പറ്റൂ. എന്തായാലും ഹെലികോപ്റ്റർ ഓടിച്ചേ പറ്റൂ. ഹെലികോപ്റ്റർ ഓടിക്കാൻ ഒരിക്കലും പിന്നെ പറ്റില്ല. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോയിട്ട് ഇത് ലാൻഡ് ചെയ്യിക്കണം. ഓഫ്, അതാണ് ഗൈസ് ഏറ്റവും മെനക്കേടുള്ളൊരു സാധനം. നമുക്കാകെ ഓടിച്ചു പോയ കഷ്ടപ്പാട് നമുക്കറിയില്ല. പിന്നെ എങ്ങനെ ലാൻഡ് ചെയ്യിക്കുക ആ സ്ഥലത്ത് തന്നെ? അതും അവിടെ കണ്ണി കണ്ട മരവും എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് ഈ ഹെലികോപ്റ്റർ. GTA 5 എനിക്ക് തോന്നിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു സാധനം ഈ ഹെലികോപ്റ്റർ തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് സാധനം ഉപയോഗിക്കാൻ അറിയത്തില്ല ഗൈസ്, സത്യം പറയാലോ. നല്ല പാടാണ് ഇത് ഉപയോഗിക്കാൻ. ഓക്കെ, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. താക്കണം ഇനി ഇതിനി എവിടെ താക്കും ഗൈസ്? ഓക്കെ, ഇതുകൊണ്ട് അവിടെയാണ് നമുക്ക് താക്കേണ്ടത്. പക്ഷേ ഈ എയറോപ്ലെയിൻ താഴുന്നില്ല. എയറോപ്ലെയിൻ പോട്ട് ഹെലികോപ്റ്റർ ഗൈസ്. ഈ ഒരു ഹെലികോപ്റ്റർ താഴുന്നേ ഇല്ല. ഈ ഹെലികോപ്റ്റർ താഴുന്നത് എങ്ങനെയാ ഗൈസ്? ഇത് താക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ താക്കേണ്ടത്. പക്ഷെ ഇതെങ്ങനെ താക്കും ഗൈസ്? ഇത് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പെയ്യെ താഴുന്നുള്ളൂ ഈ സാധനം. ഓക്കെ, ഓ ദേ വീണ്ടും പൊങ്ങുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പെയ്യെ താക്കാൻ നോക്കാം ഗൈസ്. താഴുന്നുണ്ട്. ഓ, പക്ഷെ ദിശ ഗൈസ് വേറെ ആംഗിളിലോട്ടങ്ങ് പോവാണ് ഹെലികോപ്റ്റർ. പുറമോട്ടങ്ങ് ഇറങ്ങി പോവാണ് ഗൈസ്. എനിക്ക് അതാണ് ഇഷ്ടമല്ലാത്ത തൊലിഞ്ഞൊരു സാധനം ഗൈസ്. നമ്മൾ താത്തു. ഇല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ, കുറച്ചുകൂടെ ഗൈസ്, കുറച്ചുകൂടെ. ഓക്കെ, താക്ക്. എടാ അതേണ്ടാ പെരമണ്ടയ്ക്ക് പോയി താത്തടാ ഗൈസ്. ഓ ഷിറ്റ്. താത്ത്. ഇവിടെ ഇപ്പോൾ താക്കാം. താത്ത്. അയ്യോ ഗൈസ് എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളവനെ തലമുടി കൂടെ ചാക്കൊക്കെ ഇട്ട് അവനെ അകത്തോട്ടം കൊണ്ടുപോവാം. ഓക്കെ, ഡോറൊക്കെ അടച്ച് നമ്മൾ കൊണ്ടുപോയി. നമ്മുടെ ആവശ്യമായി പോയില്ലേ ഗൈസ്? എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.